കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സ്ഥലം എംഎൽഎമാരായ രണ്ടുപേരെ ഒഴിവാക്കിയത് വിവാദമാകുന്നു. ഇരവിപുരം എംഎൽഎ എം നൌഷാദിനെയും ചവറ എംഎൽഎ വിജയൻ പിള്ളയെയുമാണ് ഒഴിവാക്കിയത്. പ്രതിഷേധത്തെ തുടർന്ന് വിജയൻ പിള്ളയെ ഒടുവിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. കൊല്ലം മേയർ വി രാജേന്ദ്രബാബുവിനും ഉദ്ഘാടന വേദിയിൽ ക്ഷണമില്ല. 4 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കൊല്ലം ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കിയത്. തുടക്കം മുതൽ ഉദ്ഘാടനത്തിന്റെ ആലോചനകൾ വരെ വിവാദവും തുടർന്നിരുന്നു. ഒടുവിൽ ഉദ്ഘാടന വേദിയിലും വിവാദം എത്തി നിൽക്കുകയാണ്. ബൈപ്പാസ് കടന്നുപോകുന്ന മണ്ഡലങ്ങളിലെ എംഎൽഎമാരെയാണ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയത്. ഇരവിപുരം എംഎൽഎ എം നൌഷാദും ചവറ എംഎൽഎ വിജയൻ പിള്ളയും ഉദ്ഘാടന വേദിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. കൊല്ലം കോർപ്പറേഷൻ മേയർ വി രാജേന്ദ്രബാബുവിനും ക്ഷണമില്ല. ഒഴിവാക്കിയത് ജനാധിപത്യത്തിനുള്ള അവഹേളനമാണെന്ന് നൌഷാദ് എംഎൽഎ പ്രതികരിച്ചു. മേയറെ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല, പകരം ഈ പറയുന്നവരെ ഉൾപ്പെടുത്തി. ഏത് പ്രോട്ടോകോൾ പ്രകാരമാണ്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്നെ ഒഴിവാക്കി എന്നുള്ളത് മാത്രമല്ലല്ലോ പ്രശ്നം. ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരെ? മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP, തിരുവനന്തപുരത്തു നിന്നുള്ള MLA, ഏതിൻ്റെ നോമിനേറ്റഡ് MP എന്ന് പറഞ്ഞാൽ കേരളത്തിലെ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി. കൊല്ലം MLA ആയ മുകേഷിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും നിയമ MLA O രാജഗോപാലും BJP MPമാരായ സുരേഷ് ഗോപിയും വി മുരളീധരനും വേദിയിലുണ്ടാകും. സ്ഥലം MLAയെയും മേയറെയും ഒഴിവാക്കി BJP ജനപ്രതിനിധികളെ വേദിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. ഫെബ്രുവരി 2-ന് സംസ്ഥാന സർക്കാർ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്ന കൊല്ലം ബൈപ്പാസ് BJPയുടെയും കൊല്ലം MP NK പ്രേമചന്ദ്രന്റെയും ഇടപെടലുകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. മീഡിയ 1 കൊല്ലം.